നമസ്കാരം, ഞാൻ ഡോക്ടർ സച്ചിന കെ. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് ശരീരം മൊത്തം നല്ല വേദനയുണ്ടോ? നല്ല ശരീരത്തിന് മുറുക്കും, പിന്നെ അതുപോലെ ക്ഷീണവും, രാത്രി ഉറക്കക്കുറവും, പിന്നെ അതുപോലെ തന്നെ എന്തിലെങ്കിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഒന്ന് ചിന്തിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുക, അങ്ങനെ ഒരു ബ്രെയിൻ ഫോഗ് മാതിരി തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ നിങ്ങളുടെ വികാരങ്ങൾ തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ളവരാണോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുന്നത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരാണോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ, ഈ ഉറക്കക്കുറവും മേല് മൊത്തം വേദനയും മുറുക്കും ഒക്കെ നിങ്ങൾക്ക് ഒരു 3 മാസത്തിലധികമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥ, ഒരു ട്രെയ്റ്റ് ആണത് ശരിക്കും. അതിന് അലക്സിത്തീമിയ എന്നാണ് പറയുന്നത്. അപ്പം അത് ഈ ഫൈബ്രോമയാൾജിയ ഉള്ളവരിൽ കൂടുതലും ഈ അലക്സിത്തീമിയം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് അവർ പറയും, പക്ഷെ അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് അവർക്ക് പറയാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഒരുപാട് കാലത്തെ സഹനവും അതുപോലെ തന്നെ ക്രോണിക് സ്ട്രെസ്, ഇമോഷണൽ സപ്രഷൻസ് ഒക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ വളരെയധികം സെൻസിറ്റീവ് ആക്കുകയും ഇതുപോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും കുറച്ചുകൂടി അറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ ഒരു ചെറിയ രീതിയിലെങ്കിലും അക്നോളജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത്.